കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ എന്നുള്ള ആ ഒരു ഭാഗത്തു നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ സിലബസ് എടുത്ത് വെച്ച് നോക്കുക, അപ്പോൾ കാണാൻ പറ്റും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ലൂയിസ് ഡൂമോണ്ടിൻ്റെ പ്രധാന കൃതി ഏതാണ്? ഉത്തരം ഹോമോ ഹൈറാർക്കിയസ്. ഇതാണ് ലൂയിസ് ഡൂമോണ്ടിൻ്റെ പ്രധാന കൃതി. ഈ കൃതിയിൽ പ്രധാനമായിട്ട് എന്താ പഠിക്കുന്നതെന്ന് വെച്ചാൽ കാസ്റ്റ് ഹൈറാർക്കി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഒരു ഹൈറാർക്കി എന്താണ് കാസ്റ്റിൻ്റെ എന്നുള്ളതാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഡ്യൂമോണ്ട് അനുസരിച്ച് കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ അടിസ്ഥാന സിദ്ധാന്തം എന്താണെന്ന് അയാൾ പറയുന്നത് ഹൈറാർക്കി ആണ് എന്നല്ലേ. ഇങ്ങനെ തട്ടായിട്ട് ഇങ്ങനെ ഹൈറാർക്കിക്കലായിട്ട് വിഭജിച്ച് വെച്ചതാണെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ പ്രധാന പ്രിൻസിപ്പിൾ പറയുന്നത് പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷനാണ് കേട്ടോ. പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ. പിന്നെ അദ്ദേഹം കാസ്റ്റ് സിസ്റ്റത്തിനെ കണ്ടത് റിലീജിയസ് ഐഡിയോളജിക്കൽ സിസ്റ്റം ആയിട്ടാണ്. റിലീജിയസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടാണ് കാസ്റ്റിനെ കണ്ടത്. അടുത്ത ആൾ ഗെയിം ഓംവെറ്റ് എന്ന് പറയുന്ന ആളാണ്. ഗെയിൽ ഓംവെറ്റ്. അദ്ദേഹം പ്രധാനമായും പഠിച്ചത് ദളിത് ആൻഡ് ആൻറ്റി കാസ്റ്റ് മൂവ്മെൻറ്റ്, അതിനെക്കുറിച്ചാണ് അദ്ദേഹം കൂടുതലായിട്ട് പഠിച്ചത്. പിന്നെ ഓംവെറ്റ് കാസ്റ്റ് സിസ്റ്റത്തിനെ കണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്ലാസ് ലൈക്ക് ഒപ്രഷൻ. ഓരോരുത്തരെയും വ്യൂ വ്യത്യസ്തമാണ്. പിന്നെ ഇദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് ആയത് എന്ത് വെച്ചിട്ടാണെന്ന് വെച്ചാൽ മാർക്സിസം ആണ് ഇൻഫ്ലുവൻസ്ഡ് ആയത്, സ്വാധീനിച്ചത് കൂടുതലും. പിന്നെ ദളിത് മൂവ്മെൻറ്റിനെ ഇദ്ദേഹം വിശേഷിപ്പിച്ചത് ഡെമോക്രാറ്റിക് റിവല്യൂഷൻ ആയിട്ടാണ് കേട്ടോ. ഇനി ബി ആർ അംബേദ്കർ, നമ്മുടെ ബി ആർ അംബേദ്കർ സുബൽട്ടാൻ പേഴ്സ്പെക്റ്റീവാണ്. അദ്ദേഹം എഴുതിയ കൃതിയാണ്, ഇമ്പോർട്ടൻ്റ് കൃതിയാണ് അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്. പിന്നെ കാസ്റ്റ് സിസ്റ്റത്തിനെ കണ്ടത് ഡിവിഷൻ ഓഫ് ലേബറേഴ്സ് ആണ്. ബി ഡിവിഷൻ ഓഫ് ലേബർ ഉത്തരവുണ്ട്, അതല്ല ഡിവിഷൻ ഓഫ് ലേബറേഴ്സ്, അത് തന്നെ ശ്രദ്ധിച്ചെഴുതണം. പിന്നെ അംബേദ്കർ കാസ്റ്റ് സിസ്റ്റത്തിനെ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? ടോട്ടൽ അനിഹിലേഷൻ ആണ് കേട്ടോ. ടോട്ടൽ അനിഹിലേഷൻ, കംപ്ലീറ്റ് ആയിട്ട് അബോളിഷ് ചെയ്യാൻ. പിന്നെ ഏത് റിലീജിയനിലേക്കാണ് അംബേദ്കർ മാറിയതെന്ന് വെച്ചാൽ ബുദ്ധിസത്തിലേക്കാണ് കേട്ടോ. അംബേദ്കർ ഫോക്കസ് ചെയ്തിരുന്നത് ദളിത് റൈറ്റ്സിലാണ് കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുള്ളത് അംബേദ്കർ. ഓക്കെ. ഇനി കാഞ്ചാഇല്ലിയാണ്. കാഞ്ചാഇല്ലിയ ഷെഫേർഡിൻ്റെ പ്രധാന കൃതി ഏതാണെന്ന് വെച്ചാൽ വൈ ഐ ആം നോട്ട് എ ഹിന്ദു. ഉത്തരം എ ആണ്, വൈ ഐ ആം നോട്ട് എ ഹിന്ദു. ഇനി ഇല്ലിയ കാസ്റ്റ് സിസ്റ്റത്തിനെ കണ്ടത് ബ്രാഹ്മണിക്കൽ ഡൊമിനൻസ് കൂടുതലായിട്ടാണ് അദ്ദേഹം കണ്ടത്. ഇനി ഇല്ലിയ എംഫസൈസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ദളിത് ബഹുജൻ പേഴ്സ്പെക്റ്റീവാണ് കൂടുതൽ ഊന്നി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി കാസ്റ്റ് അനാലിസിസ് എങ്ങനെയായിരുന്നു? പൊളിറ്റിക്കലായിട്ടുള്ള അനാലിസിസ് ആയിരുന്നു കേട്ടോ. ഇനി ഇതൊക്കെ ഒന്നുകൂടി ഓടിച്ചൊന്ന് നോക്കുക. അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്, വൈ ഐ ആം നോട്ട് എ ഹിന്ദു, അതൊക്കെ ആരതാണെന്നുള്ളത്. ദളിത് ഡെമോക്രാറ്റിക് റവല്യൂഷൻ ഓംവെറ്റിൻ്റെ ആണെന്നുള്ളത്. ഇനി ഇവരുടെ പേഴ്സ്പെക്റ്റീവ് ഒക്കെ ഒന്ന് ഷോർട്ട് ചെയ്യാം. ലൂയിസ് ഡ്യൂമോണ്ട്, അദ്ദേഹം ഒരു ഫ്രഞ്ച് ആന്ത്രോപോളജിസ്റ്റാണ്. കാസ്റ്റ് സിസ്റ്റത്തിനെ കുറിച്ച് പ്രശസ്തമായി എഴുതിയ പുസ്തകം നമ്മൾ നോക്കി, ഹോമോ ഹൈറാർക്കിയസ് ആണ്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളാണ് ഒന്ന് ഹൈറാർക്കി, അതായത് സമൂഹം ഒരു ഹൈറാർക്കിക്കൽ ഓർഡർ ആയിട്ടാണ്, അതുകൊണ്ട് ഓരോ കാസ്റ്റിനും ആ ഹൈറാർക്കിയിൽ ഒരു സ്ഥാനമുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പ്യൂരിറ്റി പൊല്യൂഷൻ ഡ്യൂമോണ്ടിൻ്റെതാണ്, ഓർക്കുക. പ്യൂരിറ്റി പൊല്യൂഷൻ ഡ്യൂമോണ്ട് കേട്ടോ. പ്യൂരിറ്റി എന്ന് പറയുന്നത് അൺപ്യൂറും പ്യൂറും ആണ്. ബ്രാഹ്മിൻസ് അൺടച്ചബിളൊക്കെ മോസ്റ്റ് പ്യുവർ, മോസ്റ്റ് ഇംപ്യൂർ എന്നുള്ള ഫോമിലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ എക്കണോമിക് സിസ്റ്റം ആയിട്ടല്ല കണ്ടിട്ടുള്ളത്, റിലീജിയസ് ഐഡിയോളജിക്കൽ സിസ്റ്റം ആയിട്ടാണ് കാസ്റ്റിനെ അദ്ദേഹം കണ്ടിട്ടുള്ളത്. അടുത്തത് ഗെയിൽ ഓംവെറ്റ് ആണ്. അദ്ദേഹം ദളിത് മൂവ്മെൻറ്റും ആൻറ്റി കാസ്റ്റ് സ്ട്രഗിളും ഇതിനെക്കുറിച്ചാണ് കൂടുതലായിട്ടും പഠിച്ചിട്ടുള്ളത് കേട്ടോ. ദളിത് മൂവ്മെൻറ്റും ആൻറ്റി കാസ്റ്റ് സ്ട്രഗിളുമാണ് ക്ലാസ് ഒപ്രഷൻ. പിന്നെ മാർക്സിസ്റ്റ് അപ്രോച്ചായിരുന്നു കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. പിന്നെ ദളിത് മൂവ്മെൻറ്റിന് ഒരു ഡെമോക്രാറ്റിക് റിവല്യൂഷനാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തതെന്താ? സോഷ്യൽ ഇൻഇക്വാലിറ്റി. കാസ്റ്റ് സിസ്റ്റം സോഷ്യൽ ഇൻഇക്വാലിറ്റി ഉണ്ടാക്കുന്ന ഒരു പ്രധാന സ്ട്രക്ചറാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാസ്റ്റ്, സോഷ്യൽ ഒപ്രഷൻ, ക്ലാസ് ലൈക്ക് എക്സ്പ്ലോയിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞത് ഓംവെറ്റാണ്. അടുത്തത് ബി ആർ അംബേദ്കർ ആണ്. കാസ്റ്റ് സിസ്റ്റത്തിനെ ശക്തമായി വിമർശിച്ച തിങ്കറാണ്. അനിഹിലേഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഡിവിഷൻ ഓഫ് ലേബറേഴ്സ് ആണ് കേട്ടോ, ഡിവിഷൻ ഓഫ് ലേബർ അല്ല എന്നുള്ളത്. ഇനി സോഷ്യൽ ഇൻജസ്റ്റിസ്, അൺടച്ചബിലിറ്റി, ഡിസ്ക്രിമിനേഷൻ ഇതൊക്കെ കാരണമാകുന്ന കാസ്റ്റ്. അദ്ദേഹം റിഫോർമേഷൻ വേണം കാസ്റ്റിന് എന്നല്ല പറഞ്ഞത്, കാസ്റ്റ് തന്നെ സമൂഹത്തിൽ ഉണ്ടാവരുത് എന്നാണ് പറഞ്ഞത്. പിന്നെ കാഞ്ചാഇല്ലിയ ഷെഫേർഡിൻ്റെതാണ്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് വൈ ഐ ആം നോട്ട് എ ഹിന്ദു. ബ്രാഹ്മണിക്കൽ ഡൊമിനൻസ് കൂടുതലായിട്ടും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയ ഒരാളാണ്. ദളിത് ബഹുജൻ പേഴ്സ്പെക്റ്റീവിലാണ് കാസ്റ്റിനെ കണ്ടിട്ടുള്ളത്. കൾച്ചറൽ ഒപ്രഷനാണ്, എക്കണോമിക് മാത്രമല്ല കൾച്ചറൽ ഡൊമിനേഷൻ കൂടെ കാസ്റ്റ് സിസ്റ്റത്തിലുണ്ട് എന്നുള്ളതും പറഞ്ഞിട്ടുള്ളത് ഇദ്ദേഹമാണ്. ഇത്രയാണ് ആ ഒരു ഭാഗത്തുനിന്ന് ഒരു ബേസിക് എന്ന് പറയുന്നത് കേട്ടോ.
അപ്പോൾ അത്രയും ഒന്ന് നോക്കുക. ഓക്കെ, താങ്ക് യു.